ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പോണ സ്ഥലം സ്ഥലമൊന്നുമില്ല. ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് ഫ്രൈഡേ ആയിട്ട് നമ്മൾ ഇത്രയും നേരം വീട്ടിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 4:30 ആയി. ഇപ്പോൾ എല്ലാവർക്കും ബോറടിച്ചു തുടങ്ങി. അന്നേരം ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചങ്ങ് എവിടെയെങ്കിലും ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ വെള്ളിയാഴ്ച ഒരു പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. ഇന്നിപ്പോൾ പർച്ചേസിങ്ങിനൊന്നുമില്ല. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരണമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ. നമുക്ക് മസ്കറ്റിൽ ഏതെങ്കിലും ഒരു പ്ലേസും കൂടെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 മണി സമയമായിട്ടും ചൂടിന് കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി കയറി കഴിഞ്ഞപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അവിടെ ചൂടുണ്ട്, അവള് നല്ല ചൂടാട്ടോ. ഇത്രയും നേരം പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ എല്ലായിരുന്നു. അപ്പോൾ വണ്ടി കയറുമ്പോഴത്തേക്കും നല്ല ചൂടാണ്. എത്ര ഡിഗ്രി ഉണ്ട്? 39 ഏത് കയറി 39 ഡിഗ്രി. അവിടെ 41. ഇപ്പം നമ്മൾ പോവുക കേട്ടോ. വെയിലാറി കഴിയുന്ന സമയമാകുമ്പോഴത്തേനും പുല്ലുകൾ രണ്ട് സൈഡിലുള്ള പുല്ലിലൊക്കെ വെള്ളം നനച്ച് തുടങ്ങും കേട്ടോ. അപ്പോൾ വൈകുന്നേര സമയമാണ് അത് ചെയ്യുന്നത്. നമ്മളിത് ഇന്ന് ചായ കുടിക്കാൻ വരുന്നത് MRAയിലാട്ടോ. ഇവിടെ ഇഷ്ടംപോലെ കടികളൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ കുറേ കടികളുണ്ട്, വെറൈറ്റി കടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഓർഡർ ചെയ്തിട്ട് അകത്ത് പോയിരുന്നു. ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു നമുക്ക് കാമായിട്ടുള്ള നല്ലൊരു ആംബിയൻസ് ആട്ടോ. പിന്നെ രാത്രിയാകുമ്പോൾ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ പാകത്തിനുള്ള സെറ്റിങ്സൊക്കെ ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നു. ഞാനും അനീഷേട്ടനും ഒരേ ചായ പറഞ്ഞിട്ടുണ്ട്. മാളു പിന്നെ ചായ കുടിക്കില്ലാത്തതുകൊണ്ട് ചായ പറഞ്ഞില്ല. മാളു ഒരു ബണ്ണിനകത്ത് നമ്മുടെ പപ്സിൻ്റെ തന്നെ, പക്ഷേ പുറമെ ബണ്ണ് അതുപോലത്തെ ഒരു സാധനം. ഞാനൊരു പപ്സ് പറഞ്ഞു. അനീഷേട്ടൻ ഇലയുടെ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു ഇലയുടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും കൂടെ കഴിക്കാൻ. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ സംഭവം കൊണ്ടേ തന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് വൈകുന്നേരക്കടിയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, വേഗം തന്നെ കിട്ടും. നല്ല ചായ കേട്ടോ ഇവിടുത്തെ. ഇവരുടെ വേറൊരു സെക്ഷനിൽ നിന്ന് ഇവരുടെ തന്നെ വേറൊരു ബ്രാഞ്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു, അമ്പലത്തിൽ പോയിട്ട് വന്ന വഴി അവിടെ കയറിയിട്ടുണ്ടായി. അപ്പോൾ അവിടെ ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾക്ക് ഓഫറൊക്കെ കിട്ടിയിട്ടോ അവരുടെ. ഇത് വേറൊരു ഇതാണ്, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെ, ഒത്തിരി ഒന്നും പോകണ്ടാത്ത ദൂരത്തിലാട്ടോ ഈ MRA. മറ്റേത് ഇച്ചിരി ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ എല്ലാം തന്നെ. പിന്നെ നമ്മളിത് ഇറങ്ങി വരുമ്പോൾ ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ പേടയും അലുവയും ലഡു അങ്ങനെയൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി സൺസെറ്റിനുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം പതിയെ ഇറങ്ങി തുടങ്ങി. അത് കാരണം തന്നെ വേറൊരു ഇരുട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വെട്ടം അടിച്ചിട്ട് ക്യാമറയിൽ നിന്ന് എടുക്കുമ്പോൾ. പിന്നെ ഇവിടെയൊക്കെ നിറച്ച് രണ്ട് സൈഡിലും നിറച്ച് മരങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങി. പിന്നെ ഓർത്ത് ഇത്രയും സമയമായിട്ടുള്ളൂ, കുറച്ച് നേരം കൂടെ എവിടെയെങ്കിലും പോകാമെന്ന് കരുതി സിറ്റി സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു വലിയ മാളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ചെറിയ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വെറുതെ നടന്നെല്ലാം ഒന്ന് കാണാം. അങ്ങനെ കുറേ ഉണ്ട്, നമ്മളൊന്ന് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീരില്ല. അതുപോലെ വലിയൊരു മാളാണ് കേട്ടോ അത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഫ്ലൈറ്റ് പോകുന്നത് നന്നായിട്ട് കാണാം കേട്ടോ. ഇവിടെ ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നേരെ ചെന്നിറങ്ങുന്ന എയർപോർട്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ ചെന്നിറങ്ങുന്ന കാണാം കേട്ടോ. ടോപ്പിൽ തന്നെ 3-4 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സൈഡിലെ എൻട്രൻസ് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ വഴി കയറി അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. കുറേ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കതൊന്നും വീഡിയോ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇവർക്ക് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ വീഡിയോ പിടിക്കുമ്പോൾ. ഇവിടെ അധികം മറ്റുള്ളവർ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മളങ്ങനെ പുറത്തേക്കൂടെ നടന്നപ്പോഴൊന്നും എടുത്തില്ല. കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്ന് വരുന്ന വഴി. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നപ്പോഴത്തേനും വലിയ തിരക്കില്ല. അപ്പോൾ ഞങ്ങളിത് കുറച്ച് സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്കും മാളൂനും ഭയങ്കര ഇഷ്ടം കേട്ടോ. കണ്ടോ, നല്ല ക്യൂട്ടല്ലേ. ഇതൊക്കെ കാണുമ്പം നമുക്കിങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കാൻ തോന്നും. ഞാനും മാളും കുറേ നേരം ഇങ്ങനെയുള്ളതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. മാളൂരെ മിക്കപ്പോഴും ഇവിടെ ചെന്നപ്പോഴും ഉണ്ട് കേട്ടോ ലബൂബു. ഇവിടെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ലബൂബുവിന്.
ഇത് വേറൊരു മോഡലാണെന്ന് തോന്നുന്നു. ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ ചെന്നത് ദേ ഇങ്ങോട്ടേക്കാട്ടോ. ഇവിടെ നിറച്ച് മാറ്റിൻ്റെ തന്നെ ഒരു സെക്ഷൻ. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വീടുകളിൽ വിരിച്ചിട്ടേക്കണ നല്ല രസമായിരിക്കും. പിന്നെ ഷോക്കേസിൽ വെക്കുന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ ഇവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിതെല്ലാം കണ്ടിട്ട് പിന്നെ അടുത്ത ഫ്ലോറിലേക്ക് പോയി. അവിടെ ഫുഡ് കോർട്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിച്ചിട്ട് വന്നുകൊണ്ട് തന്നെ വേറൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പം ആൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന്. അപ്പോൾ ഇന്നലെ നമ്മൾ അത് കഴിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആട്ടേന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞങ്ങൾ മേടിച്ചു. വാനിലയുടെ ഈ ഐസ്ക്രീം ഞങ്ങളുടെ ഫേവറേറ്റ് ആട്ടോ. ഇത് ഞങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇവിടുന്ന് കൂടുതലും മേടിക്കുന്ന ഈ ഐസ്ക്രീമാണ്. ഇതിന് ഒരുപാട് റേറ്റും വരുന്നില്ല, എന്നാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കൂടുതൽ ട്രൈ ചെയ്യുന്ന ഐസ്ക്രീം ഈ ഒരു ഐറ്റം തന്നെയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെയും കുറച്ചുകൂടെയൊക്കെ നടന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഞാൻ പിടിച്ചോളാം. ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങണത് നന്നായി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്താ കേട്ടോ. ദേ വരുന്നുണ്ട്. ഈ ഫ്ലൈറ്റിൽ എത്ര കയറിയാലും നമ്മൾ എത്ര അടുത്ത് കണ്ടു എന്ന് പറഞ്ഞാലും ഇങ്ങനെ വരുമ്പോൾ അതിശയത്തോടുകൂടി ഫ്ലൈറ്റിനെ ഇങ്ങനെ നോക്കി നിൽക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലായിരിക്കും അല്ലേ. പക്ഷെ വീഡിയോയിൽ അത്ര എന്തായിട്ട് കാണുന്നില്ല. അവിടെ പോയി നിന്നായിരുന്നെങ്കിൽ ശരി. അങ്ങനെ നമ്മൾ സിറ്റി സെൻറ്ററിലൊക്കെ പോയി കറങ്ങി ഒരു ഐസ്ക്രീമും കൂടെയൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് വന്നൊരു നിശ്ചയമില്ല. എന്തായാലും ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. എയർപ്ലെയിൻ പോണ കണ്ടു. ഇനിയിപ്പോൾ വരുമോ നോക്കണം. ഡേ ഞങ്ങൾ അപ്പുറത്തേക്ക് നോക്കി അവിടെ പോയി കാണാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും ഒരെണ്ണം കൂടെ കടന്നു പോയിട്ടാ. ഫ്ലൈറ്റ് ഇറങ്ങണ നല്ലോണം കാണാം. ഇവിടെ തന്നെ അടുത്ത് തന്നെ എയർപോർട്ട്. ഈ സൈഡിലായിട്ട് എയർപോർട്ട് ആ കാണാണ്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് നോക്കി നിൽക്കുക. 2 ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ പോയി. ഇപ്പം ഇനി വരുമോയെന്നറിയില്ല, എന്നാലും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന സമയം എന്തായാലും നല്ല സമയമായിരുന്നു കേട്ടോ. ഒരു അടുത്തത് ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് നേരെ കാണുമ്പോൾ ഒരുപാട് അടുത്ത് പോകുന്ന ഫീലുണ്ട്. വീഡിയോ കൂടെ കാണുമ്പോൾ ചെറുതായിട്ടാട്ടോ ഫീൽ ചെയ്യുന്നത്. അതെന്താണെന്നറിയില്ല. അങ്ങനെ ഫ്ലൈറ്റൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അതെ, ഈ കാണുന്ന സിറ്റി സെൻറ്ററിലാണ് നമ്മളിപ്പോൾ കയറി ഇറങ്ങിയത്. കുറച്ച് പാട്ടേണേ നമ്മൾ കണ്ടോളൂ. ഇപ്പോൾ തന്നെ 8 മണി ആവാറായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫ്രൈഡേ നമ്മുടെ വിശേഷങ്ങളും ഔട്ടിങ്ങും ഒക്കെ ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.